250 ഒരു പീസ് കൊടുക്കും. ഇതില് പിന്നെ കാട്ടിമൂളുണ്ട്, വലുതാണ് 250. കാട്ടിമൂളുണ്ട്, ചെറുത് കണ്ടല്ലോ. പിന്നെ ഇതുണ്ട്, ആർട്ടുണ്ട്, ജംബോറുണ്ട്, 250 ഉള്ളൂ. അതും തന്നെ സാധനം അവിടെ ഉണ്ടോ? ഇതാണ് തായ്പിങ്ക്. തായ്പിങ്ക് എത്ര വില? കായുള്ളതിനോ ലെയർ തൈ ആണ്, 50 റുപ്യ ഉള്ളൂ. നടക്കാൻ സ്ഥലമില്ല. റെഡ് ഡൈവറി അല്ലത്? അത് എത്ര വില? 250 റുപ്യ. 250 രൂപ. കാട്ടിമുളക്ക് 100 റുപ്യ ഉള്ളൂ കേട്ടോ. കാട്ടിമൂണ് ഇതൊക്കെ 100 രൂപ. 100 രൂപ കാട്ടിമൂണ്. ഓട്ടീസ മാവാണ്. നമ്മളെ തായ്ലാന്റ് കുള്ളമാവിലേറല്ല മാവാണ്. ബനാന ഇതൊക്കെ നല്ല കടവണ്ണുള്ള ബനാന. ഇത് എത്ര വില? ഇത് 350 ഉണ്ട്. 350. 350 350 നമ്മൾ 250 റുപ്യ. പാകിസ്ഥാൻ മൽബറി ലോങ് മൾബറി വെള്ള നല്ല മധുരം കൂടും. മഞ്ഞ കളറേറിയും ചെറിയ വെള്ള കളറേറി. ഇത് ഇപ്പൊ എത്ര രൂപ കൊടുക്കുന്ന? ഇത് നമ്മൾ 350 വിറ്റിന്റെ ഈ സാധനം 250 റുപ്യക്ക്. 350 കൊടുക്കുന്ന സാധനം 250 റുപ്യക്ക്. 100 രൂപ കുറച്ച്. അപ്പൊ നല്ല മുട്ടിക്കണ്ട മണ്ടൊക്കെ നല്ല ഐറ്റ് വേണ്ടൊക്കെ അങ്ങനത്തെ ഒക്കെ ഉണ്ട്. നല്ല ബുഷായിട്ടുള്ള കാലാപ്പടി ഉണ്ടോ? അത്യാവശ്യം നല്ല ചവറത്തിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള 800 രൂപ വില വരുന്ന കാലാപ്പടി. അടിപൊളി ഒരു പ്ലാന്റ്. 800 രൂപ വില വരുന്നിട്ട് ഇതിന്. നമ്മളെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇന്ന് മലപ്പുറം ജില്ലയിലെ പഴമുള്ളൂർ നമ്മുടെ ലിയ ഗാർഡൻസിലാണ് എത്തിയിട്ടുള്ളത്. ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷം നമ്മളിപ്പോൾ വീണ്ടും നമ്മൾ ലിയ ഗാർഡൻസ് വന്നിട്ടുണ്ട്. ഇവിടെ പുതിയ വെറൈറ്റി ഐറ്റംസുകളൊക്കെ വന്നിട്ടുള്ളൊരു അറിവിലാണ് ഇപ്പോൾ ഞാൻ ഇന്നിവിടെ വീഡിയോ ചെയ്യാൻ വന്നിട്ടുള്ളത്. നമുക്ക് എന്തായാലും ഇതിൻ്റെ വിലയും എന്തെല്ലാം പുതിയ ഐറ്റംസ് വന്നിട്ടുണ്ടോ ഒക്കെ നമുക്ക് വീഡിയോയിൽ പരിചയപ്പെടാം. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഇന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളെ മുമ്പിൽ എത്തുന്നതാണ്. അപ്പം നമുക്ക് എന്താണ് ഇവിടുത്തെ പുതിയ വിശേഷങ്ങളൊക്കെ ഒന്ന് നമുക്ക് ഈ ലിയ ഗാർഡൻസിൽ നൗഷാദ് ഗാർഡനെ ചോദിച്ചറിയാം. പിന്നെ നൗഷാദ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എന്താ സുഖം. നമ്മളെന്താ ഒരു ഓഫർ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് വരാൻ വൈകി. നമ്മളെ ഇതിൽ ഇട്ടിരുന്നു. അതായത് 50 റുപ്യന്റെ മാവ്, തായ്ലാന്റ് കുള്ളമാക്ക് 100 റുപ്യ വിറ്റിന്റെ 50 റുപ്യ. കുറച്ച് തോന്നെ നന്നായിട്ട് കൊടുന്നതേനു. അപ്പൊ ഓഫർ ഇപ്പോഴും ഉണ്ട്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുന്ന വഴി ശരിക്കും എങ്ങനെ വെച്ചാൽ മലപ്പുറം ജില്ലയിലാണ്. നമ്മളെ മലപ്പുറത്ത് ആകെ 7 കിലോമീറ്റർ ഉള്ളത് പഴമള്ളൂര്. അത് നേരെ പോകുമ്പോൾ സുഖം എങ്ങനെ വെച്ചാൽ ചട്ടിപ്പറമ്പ് പോയൊക്കെ വരുന്നവർക്ക്, അതേമാതിരി പടപ്പറമ്പ് പോയൊക്കെ വരുന്നവർക്ക് ചെറുളമ്പ് സ്കൂൾ പടിയാണ് സ്ഥലമാണത്. വലിയ സ്കൂൾ വെച്ചാൽ മതി. ചെറിയ സ്കൂളല്ല, വലിയ സ്കൂൾ. IKTയും +2 കോളേജൊക്കെ ഉള്ള വലിയ സ്കൂള്. ആ റോഡ് നേരെ പോകുന്ന അവിടെയൊക്കെ നമ്മളെ ബോർഡുകളുണ്ട്. ലിയാഗാർഡ് എന്നുള്ള ബോർഡ് കാണും. അവിടെ എന്താ പറയുക വെച്ചാൽ അവിടെയൊക്കെ ലിയാഗാർഡ് എന്നുള്ളൂ. പക്ഷെ ഗൂഗിളിൽ അടിക്കുമ്പോൾ നമ്മൾ NP ലിയാഗാർഡ് എന്ന് അടിക്കണം. അപ്പോഴേ കറക്റ്റ് കിട്ടുള്ളൂ. അന്ന് എന്താ വെച്ചാൽ ലിയ നമ്മൾ ആദ്യം പേരിട്ടിന്റെ. പിന്നെന്ന് വെച്ചാൽ വേറെ ലിയ ഗാർഡൻ അന്ന് തന്നെ പാര വന്നതുകൊണ്ട് വേറെ സംഭവം ഇവിടെ ഒന്നും ഇല്ല. ഇവിടെ ലിയ ഗാർഡൻ വേറെ ഇല്ല. പക്ഷെ അവിടെ വേറെ ഇവിടുന്ന് 2 കിലോമീറ്റർ അവിടെ ലിയ ഗാർഡൻ ഉണ്ട്. എന്നാൽ ചെല്ലുമ്പോൾ അങ്ങനത്തെ കടയില്ല. പിന്നെ ഇങ്ങോട്ട് 2 കിലോമീറ്റർ അവിടെ ലിയ ഉണ്ട്. പക്ഷെ എന്താ വെച്ചാൽ അപ്പൊ തപ്പി പിടിച്ച് കണ്ടൊന്നും ഇങ്ങനെ തെറ്റിപ്പോകാനുള്ള ഒരു അതിനാണ് നമ്മൾ ഫസ്റ്റ് പിന്നെ ഇട്ടത് NP ലിയ ഗാർഡൻ ആക്കിയത്. ഫസ്റ്റ് എന്നെ ഇട്ടുകൊണ്ട് NP അടിച്ച നേരെ ലൊക്കേഷൻ കറക്റ്റ് എത്തും. അപ്പൊ നമുക്ക് പുതിയതായിട്ട് പരിചയപ്പെടുത്താള്. പുതിയ പരിചയപ്പെടുത്തും. പിന്നെ നിങ്ങളെ ചാനൽ കൂടി വേറെ കാര്യമുണ്ട്. നമ്മളെ കുട്ടികൾ തുടങ്ങിയ ഒരു ചാനലുണ്ട്, ലിയ ഗാർഡൻ ഫാമിലി. അപ്പൊ അത് നിങ്ങളെ വ്യൂവേഴ്സ്, നിങ്ങളെ സബ്സ്ക്രൈബേഴ്സ് ഒന്ന് നമുക്കും വേണ്ടി എല്ലാവരും സപ്പോർട്ട് ചെയ്യും നമ്മളെ ചാനലും. പുതിയ ആൾക്കാർക്ക് വേണ്ടതെന്ന് വെച്ചാല് നമ്മള് തായ്ലാന്റ് ഓൾ സീസൺ മാവ് കൂട്ടൊക്കെ വേറെ വരുന്നുണ്ട്. തായ്ലാന്റ് ഓൾ സീസൺ മാവ് 40 റുപ്യ, അതായത് 50 വിറ്റിന്റെ നമ്മൾ ഓഫർ നിങ്ങൾക്ക് 40 കൊടുക്കാം. അതായത് 100 വിറ്റിന്റെ ബെഡാണ് കേട്ടോ. പക്ഷെ തായ്ലാന്റ് ഹോൾസെയിൽ മാവ് നമ്മൾ വല്ല ഹോൾസെയിപ്പിക്കില്ല. കാരണം വെച്ചാൽ എന്താ വെച്ചാൽ വലിയ അണ്ടിയ കാരണം കയമ്പ് കുറവാണ് അതിന്. ഒരു ടേസ്റ്റ് പറയാൻ പറ്റില്ല. ഈ ഏരിയ ഫുള്ള് നോക്കിയാൽ കാണാം, ഫുള്ള് ലോങ്ങനൊക്കെ നമ്മളൊക്കെ ഏത് 28, 29, അതായത് ശരിക്കും 35 വെറൈറ്റി ഉണ്ട് നമ്മളത് ഇപ്പൊ. അതിലിപ്പോ എല്ലാ വെറൈറ്റി നമ്മൾ വെക്കാന്ന് പോലെ 4-5 വെറൈറ്റി ആക്കി വെച്ചാൽ മതി. കാരണം 38 വെറൈറ്റി ഉണ്ട് വെച്ചിട്ട് സ്ഥലവും അതിനൊക്കെ സൗകര്യം. ഇനിയിപ്പോ ഡ്രാഗന്റെ മാതിരി 38 വെറൈറ്റിയും കൊണ്ടു വെച്ചിട്ട് ചീഞ്ഞോ മറ്റേ കംപ്ലൈന്റ് ഒന്നും വരില്ല. ഡ്രാഗനുള്ള പ്രശ്നം എന്താ വെച്ചാല് ഉള്ള ഈ 65 50 വെറൈറ്റി ഉണ്ടാകുന്ന കാലിൽ ഒക്കെ ഫംഗസ് വരും. ഒരു ഒന്നിമൺ പൊന്തിയ എല്ലാത്തിനും പിന്നെ ഒരു കുരിപ്പ് ഉണ്ടായിക്കണ്ട. അതായത് വെറൈറ്റി വെച്ചവർക്ക് അറിയാം കൂടുതൽ. ഡ്രാഗനാണെങ്കിൽ ഇപ്പൊ ഒരു 1-2 വെറൈറ്റി പറ്റുള്ളൂ. മഞ്ഞ ഇസ്രായേലല്ലോ. പിന്നെ നമ്മളെ സാധാ ഇപ്പൊ ഈ മലേഷ്യൻ ഹൈബ്രിഡ് എന്ന സാധനം വെക്കാല് മലേഷ്യൻ കിങ്, ഒരു പലോറെ, അതിന് 2-3 വെറൈറ്റി ഡ്രാഗൺ പറ്റുള്ളൂ. കാരണം അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഡ്രാഗൺ ചെയ്തവർക്കൊക്കെ അറിയും. അത് എല്ലാം കൂടി കൂട്ടിക്കൊണ്ട് വരുമ്പോ പിന്നെ ഫംഗസ് ഒന്ന് മൊത്തം മരം ചെയ്യും. പക്ഷെ ലോങ്ങിന് പിന്നെ അങ്ങനല്ല. എല്ലാം 30 വെറൈറ്റി നമ്മൾ വെക്കാന്നല്ല പറഞ്ഞിട്ട് അതിൽ തന്നെ നമ്മളൊരു 3-4 വെറൈറ്റി വെക്കാം. അതിൽ നമുക്ക് നല്ല വെറൈറ്റി ഒക്കെ ബ്ലാക്ക് ഒക്കെ നമ്മൾ കുറച്ച് വില കുറച്ചിട്ടുണ്ട്. ഏറ്റവും വില കുറഞ്ഞ ലോങ്ങിന് ഏതപ്പോ?
നമ്മൾ ഡയമണ്ട് വേറെ 350 350. അതെന്താ വെച്ചാൽ 2 കൊല്ലം കഴിയുന്നുള്ളൂ. 2 വർഷം കഴിയും. പക്ഷെ ആ 2 കൊല്ലം തന്നെ ഞാൻ 350 ലേസ് കൂടി കായ് കൂട്ടാണ്ട് ബ്ലാക്ക് വെച്ചാൽ 1000 ബ്ലാക്ക് വെച്ചാൽ 2 കൊല്ലം കഴിഞ്ഞ് കായ്ച്ചാലും ഡയമണ്ട് വേറെ കായ്ക്കുന്ന ഡബിൾ ആയിട്ട് കായ്ക്കും. അതേതാണ്? ഇതാണ് 1000 രൂപയുടെ? ആ ബ്ലാക്ക് വരുന്ന ബ്ലാക്ക് ഇത് 1000 രൂപ അല്ലേ? ഇത് എത്ര വർഷം പറഞ്ഞു? 2 വർഷം കഴിയും. 2 വർഷം കഴിയും. പിന്നെ 4 ഇതൊക്കെ ഉണ്ട്. നമ്മൾ 800 വൈറ്റ് ഒക്കെ ഉണ്ട്, 900 800 ഒക്കെ വരുന്ന സൈസ്. പിന്നെ ഇതാ കൂട്ടാൻ നല്ല വലുതും ഉണ്ടാക്കി വലുതൊക്കെ ഉണ്ട്, കണ്ടില്ലേ. പിന്നെ ഇതാ ഇതിപ്പോ ഒരു ട്രിപ്പ് ഇപ്പൊ കായ കഴിഞ്ഞതാണ്. ലോങ്ങിന് ഇപ്പൊ ശരിക്കും പറഞ്ഞ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. വലിയ മൾട്ടി അല്ല വലുത് ഒന്നിമത്ര 3 ഉള്ള 2 ഉണ്ട്. വലുത് അനുസരിച്ച് ഈ പൂട്ട ലോങ് ഏതാ? അതാ വലുതാണ് വൈറ്റ്. റൂബി അതാ. ഈ ലോങ്ങിന് എന്താ വരുന്നത്? ഇതല്ലേ ഈ ചട്ടിയിൽ വെച്ചിട്ടുള്ള സാധനം? ഇതോ ഇത് 800 ഉള്ളൂ. അത് കുറച്ച് വില ഉണ്ട്. എത്ര രൂപ വരും? അത്യാവശ്യം നല്ല വണ്ണുള്ള വൈറ്റ് പൂളും കായലൊക്കെ 800 1000 ഒക്കെ ഉണ്ടാണെങ്കിൽ ഉണ്ട് അല്ലേ. ചെറിയ മരങ്ങളനുസരിച്ച് ഇങ്ങനെ വരും. മാറ്റങ്ങൾ ഇങ്ങനെ ലോങ്ങിന് അത്യാവശ്യം നല്ല സ്റ്റോക്ക് കൂടി ഇപ്പുണ്ട്. ഏറ്റവും നല്ല വസ്തു വെക്കാൻ പറ്റിയ വെറൈറ്റി എന്താ വെച്ചാൽ റിസൾട്ട് വന്നാല് ബ്ലാക്ക് തന്നെ നല്ലത്. പക്ഷെ ബ്ലാക്കിന് ഇപ്പൊ കുറച്ച് വില ഉണ്ടാകുമ്പോ പിന്നെ എന്താ വെച്ചാല് വൈറ്റ് എന്താ വെച്ചാല് പ്രശ്നം വെച്ചാല് 1 കൊല്ലം കൊണ്ട് വേഗം കായ്ക്കും. അപ്പൊ എന്താ വെച്ചാൽ ആൾക്കാർ വേഗം വൈറ്റ് നമുക്ക് ചാണ്ടതാണ്. 4 സീസണും കായ്ക്കും. പക്ഷെ 4 സീസൺ കുറച്ചുകൂടി വലിയ സീഡാണ്. വൈറ്റ് പ്ലസ് ഉണ്ട്, അതിലും കുറച്ചുകൂടി വലിയ പഴമാണ് നമ്മളെ ബ്ലാക്ക് കയറി ഉണ്ട്. വൈറ്റ് കയർ കുറച്ചുകൂടി ബ്ലാക്ക് ലീഫ് കിട്ടോ. ആക്ച്വലി പഴം ബ്ലാക്കോ അല്ലെങ്കിൽ ലീഫ് ബ്ലാക്കോ അല്ല, ബ്ലാക്ക് ലീഫ് കയറി ഉണ്ട്. അതിൽ പിന്നെ നമുക്ക് ലോങ്ങിൽ നല്ല വെറൈറ്റി ഈ ബ്ലാക്ക് ലീഫും വൈറ്റും 4 സീസണും വെച്ചാൽ പിന്നെ പറ്റിയാണ്. പിമ്പോങ്ങിലേറെ നല്ല വെറൈറ്റി ആണ് ക്രീപ്പർ. പിമ്പോങ് തന്നെ വർഷത്തിൽ ഒരു പ്രാവശ്യം കിട്ടുള്ളൂ. ക്രീപ്പറാണ് അങ്ങനല്ല, സീസൺ അല്ലാതെ ഓൾ ടൈം ഏത് ടൈമിലും സാധനം ഉണ്ട്, ഏത് സമയത്തും കായ്ക്കും. പക്ഷെ എന്താ വെച്ചാൽ ക്രീപ്പർ ചെറുതിന് 1500 മാത്രം. പിമ്പോങ് ചെറുത് 800 ഉള്ളൂ. പിന്നെ ചില ആൾക്കാർ ഈ പിമ്പോങ് തന്നെ ക്രീപ്പറാണ് വിൽക്കണോലുണ്ട്. പിന്നെ അറിയുള്ളൂ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് അറിയാൻ കഴിയുള്ളൂ. കാരണം ഒരു 2 കൊല്ലം കഴിഞ്ഞ് കായ്ക്കുള്ളൂ. കായ്ക്കുമ്പോ തന്നെ ഒരു സീസണിൽ ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലാവും. പഴയ നല്ല വലുപ്പമാറ്റമൊക്കെ വരും ചെയ്യും. വലിയ ഗോലക്ക് വേണമെങ്കിൽ ഗോലക്ക് വലുത്. പിന്നെ അതിന്റെ ചെറുതുണ്ട് ഗോലക്ക് 400 ഉണ്ട്. ഈ ഗോലക്കിന്റെ റേറ്റ് ഒന്ന് പറയോ? ഈ ഗോലക്ക് 300 ഉണ്ട്. 300 രൂപ. ഇതിപ്പോ ഫിക്സഡ് റേറ്റ് ആണോ? ഗോലക്ക് വിലയാണ്. ഇത് ഏതായിട്ടാണ് ഓഷക? ഇതാണ് മല്ലിക. മല്ലിക. ഇതിപ്പോ നിങ്ങൾ എന്താ ചെയ്യുന്നത്? കട്ട് ചെയ്ത അതിപ്പോ ചോട് വന്നത് കായ് ഉണ്ടായിട്ടോ. ഒക്കെ നെട്ടി തൂങ്ങി നിന്ന് മാങ്ങ കഴിഞ്ഞതാണ്. ഇതിമ്മ കായ ഉണ്ടായിരുന്നു അല്ലേ? മാങ്ങ ഉണ്ടായിരുന്നു. ഒക്കെ മണി നെട്ടിനെ അങ്ങനെ കാണിച്ച. ശരി, ഇത് കെട്ടിട്ടതല്ലേ? ബുഷിൽ കാണണെങ്കിലേ ഇതിപ്പോ ശരിക്കും വിൽക്കണ കണക്കിന് 20 റുപ്യന്റെ മോലുണ്ട്. നമ്മൾ നേർപ്പോതിക്ക കൊടുക്കണ്ടേ. ഇതിന്റെ വണ്ണും ഇതിമ ഞാൻ പറഞ്ഞ എന്റെ സാധനം എന്നെ കാണുന്നില്ല. എന്നാ തന്നെ അങ്ങോട്ട് എങ്ങനെ പറയാ, ഇത് മൊത്തം ഇതില് ബ്രാഞ്ചസ് നോക്കി കളി. നല്ല ബുഷായിട്ടുള്ളൊരു മരം അല്ലേ? എന്ത് നോക്കി കൈ എത്തു നോക്കി പുടിച്ചാൽ കൈ എത്തു നോക്കിയാണ്ടില്ലേ? കൈ എവിടെ കിടക്കുന്നുണ്ട്? ഇത്രയും വണ്ണുള്ള സാധനല്ലേ? നല്ല കടവണ്ണുള്ള അടിപൊളി ഐറ്റം സാധനം. ഇതിപ്പോ ഈ ഒരൊറ്റ പീസ് തന്നെ ഉള്ളൂ? അല്ല, ഇങ്ങനത്തെ 10 പീസോളം ഉണ്ട്. ഇവിടെന്തൊക്കെ മല്ലികനതാ. ഈ കാണുന്നൊക്കെ മല്ലിക തന്നെ. നമുക്ക് നടക്കാൻ സ്ഥലമില്ലാത്തോണ്ട് നമ്മള് കെട്ടിട്ട് നിർത്തിക്കണം, ഇതാക്കിയിട്ടില്ല. ഇതിന്റെയൊക്കെ വണ്ണം കണ്ടേ, ഇതൊക്കെ മല്ലിക. അവിടെ നോക്കി അതേമാതിരി കെട്ടി വെച്ചു കണ്ടില്ലേ? ഇതാ അവിടെയൊക്കെ മല്ലിക തന്നെയാണ്. ഇതൊക്കെ നമ്മള് പറഞ്ഞ ഇതിപ്പോ നമ്മള് കയറി നിന്ന് പറിക്കാൻ പറ്റിയ മല്ലികയാണ്. അത് അങ്ങനത്തെ ടൈപ്പ് അത്രയും വണ്ണം വന്നത്. നല്ല അടിപൊളി സാധനം. കടവണ്ണാണ്. അല്ല, ഇതിപ്പോ എന്താണ് ഇപ്പൊ ഇതിന്റെ റേറ്റ്? ശരിക്കും പറഞ്ഞില്ലേ, ഇതിന് ചെറുതാണെങ്കിൽ 7 ഉണ്ട്. ഇത് 10 വരുമ്പോ 10,000 ഉണ്ടാവും. ചില ആൾക്കാർ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മളെ രഞ്ജിത്തിന്റെ വീഡിയോയിലേ ചിലവര് 10 എന്ന് പറഞ്ഞപ്പോ 2-5 കോൺസൊക്കെ കയറ്റുവരുന്നുണ്ട്. 10 വരുമ്പോഴേ, കാരണം 10 ഇപ്പൊ അന്നാ ശരിക്കും മൂക്കി കെട്ടിട്ടുള്ള കോൾക്ക് ആലോചിച്ചാൽ ശരിക്കും കഴിയും. കാരണം വെച്ചാല് ഒരു നീലമാങ്ങ കിട്ടും 20 റുപ്യക്ക് അല്ലെങ്കിൽ 10 റുപ്യക്ക്. നീലമാങ്ങ നമ്മൾ തേങ്ങലേറെ വില കൊടുക്കണം. ഒരു അല്ല, ഇത് നല്ല ഹൈറ്റ് ഉള്ള അത്രയും നല്ല ബുഷായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഈ വണ്ടിയിൽ ഇങ്ങനെ നമ്മള് വണ്ടി ഇട്ട് പോണി ഈ വലിയ വണ്ടി ഇതാ ഏറിയത് 2 ഇങ്ങനെ കവർ അയച്ചിട്ട് 2 3 അധികം കൊള്ളുള്ളൂ. അത്രേ ഉള്ളൂ. അത്രയും ബുഷാണത്. കെട്ടിട്ട് നിർത്തിക്കണേ. അതെ ശരി തന്നെയാണ്. ഇതിപ്പോ ഇങ്ങോട്ട് വരാണ്ടേ. അപ്പൊ റേറ്റ് ഒന്ന് പറഞ്ഞു ഇതില് എന്തെങ്കിലും കുറക്ക. 10 വിൽക്കണ്ടേ, എന്തിനാ കുറക്ക? പിന്നെ 7 റുപ്യൻ്റെ 7 റുപ്യൻ്റെ ഉണ്ട്. അതേ വലുപ്പം അതേ കീസ് തന്നെ. കുറച്ചും കടവണ്ണം കുറച്ച് കുറവുണ്ട് മാത്രം. ഇതാണ് ഇപ്പൊ 7 റുപ്യൻ്റെ.
മറ്റിമലൊക്കെ തന്നെ ഇതേമാതിരി ഒക്കെ നെറ്റുള്ള തന്നെയാണ്. ഒക്കെ പോത്ത് നെറ്റ് നമ്മളൊക്കെ കാരണം ഒന്നിങ്ങനെ അന്ന് തന്നെ ബുഷാക്കി ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടി ദിമ്മ 2-3 നമ്മൾ കായ നിർത്തി ഇങ്ങനെ കാണാൻ വേണ്ടി നിർത്തിയെന്നുള്ളൂ. കണ്ടില്ലേ ഇത് മല്ലിക നല്ല കാഴ്ച മല്ലിക അറച്ച് മാങ്ങണ്ടായിരുന്നു. അതേമാതിരി ഇപ്പൊ ഇതിനുള്ളിൽ വലിയ വലിയ ജപ്പാൻ പേര വൈറ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് എടുക്കണമെങ്കിൽ മലലോട് വന്ന് ഇന്നലെ അറിയുന്ന ലേതാക്കാണ്ട് വലിയ വലിയ ജപ്പാൻ പേര അതാ കാണുന്നുണ്ടോ? നല്ല വലിയ ജപ്പാൻ പേര വൈറ്റ് നല്ല കടവണ നല്ല വലുത് വില ഉണ്ട്. ജപ്പാൻ പേര ഈ വൈറ്റ് 2000 റുപ്യ ഉണ്ട്. ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കാണ്ട് ഒന്ന് ഒതുക്കി വെക്കാണ്ട് പിന്നെ പുതിയ നല്ലൊരു അടിപൊളി എന്താ ചക്കരക്കതില് അങ്ങനെ പറഞ്ഞ ഇതൊരു വായ എത്തിയിട്ടുണ്ട് 50 റുപ്യ. ചക്കരക്കതിൽ നേന്ത്രവായ തന്നെ, അതായത് വേറെ കുറച്ച് നീളം വരും. നേന്ത്രവായന്റെ മാതിരി കുറച്ച് നീളം വരും പഴം. അതെന്താ വില? 50 റുപ്യ. 50 രൂപ. പിന്നെ ഇതാ ഹിമാബസന്ത് ഇതാ നല്ല ബുഷ ഹിമാബസന്ത് വാങ്ങണ്ടായിട്ടാണ്. ഹിമാബസന്ത് ഇതൊക്കെ ഏർക്കുള്ളൂ കേട്ടോ. 7,000. ഇതൊക്കെ എത്ര രൂപ പറഞ്ഞു? അത് 7,000 റുപ്യ ഉണ്ട്. ഹിമാബസന്തൊക്കെ ചെറുത് കൊണ്ടൊക്കെ ഇതാ നല്ല സൈസ് നല്ല ബുഷുള്ള ഒരു 1,500 ഉണ്ട്. നല്ല കടവണ്ടൊക്കെ ഉള്ളതാ. പിന്നെ നമ്മൾ സാധാരണ ഹിമ 800 രൂപയാണ് കാണിക്കുക. അതുണ്ട്. ഇതൊന്നും കെട്ട ഐസില്ല. ഒക്കെ ബുഷ് ബെങ്ങനപ്പള്ളി വലുതുണ്ട്. ഹിമാബസന്ത് പിന്നെ നമ്മളെ ഇതുണ്ട് എന്താ പറയാ സുവർണരേഖ വലുത്. ഇതൊക്കെ കെട്ടയക്കാണ്ട് ഇങ്ങനെ നിൽക്കാട്ട്. ഇത് കെട്ടയച്ചിന്റെ നല്ല ബുഷായിട്ട് കിടക്കും സാധനം. അത്യാവശ്യം നല്ല നീളമുള്ള സാധനം. ഇതൊക്കെ നല്ല അടിപൊളി പ്ലാന്റ് ആണ്. ഉണ്ടല്ലേ? ഇത് പരന്നിട്ടില്ല കേട്ടോ. അതിൽ കൂടിക്കണ്ട അങ്ങനെ കറക്റ്റാണ്. ഇതൊന്നും കൂടി പറന്ന് പിടിക്കാണ്ടല്ലേ? അതായത് അയച്ചിട്ടൊന്ന് സെറ്റ് ആക്കാനുണ്ട്. ഇതൊന്നും കൂടി സുവർണരേഖയാണ് 1,500. സാധാരണ സുവർണരേഖ 200 അളവ് ചെറുതുണ്ട്. 800 അളവ് നമ്മൾ സാധാ 21 സാധാ 800 ഉണ്ട്. 200 രൂപ തൊട്ട് മേലോട്ടുണ്ട്. ആ 200 രൂപന്റെ ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ 200 നമുക്ക് കാണിക്കാം. ഇതൊക്കെ സുവർണരേഖ 1,500 രൂപന്റെ. ഈ 1,500 രൂപയിൽ എന്തെങ്കിലുമൊക്കെ കുറയോ? സുവർണരേഖ ചെലൂലേ നമ്മള് സുവർണരേഖ പറഞ്ഞാണ്ട് നമ്മള് നാസി ബസന്ത് വേറെ സുവർണരേഖ വേറെയാണ്. അങ്ങനെ കൊടുക്കുന്നുണ്ടെന്നാ? രണ്ട് വെറൈറ്റി തന്നെയാണ്. ചെലൂല് അങ്ങനെ പറയുന്നുണ്ട്. രണ്ടും ഒന്നാണ് അറിയണ്ട്. ഒന്നല്ല രണ്ടും ആ സ്ഥാനത്ത് സുവർണരേഖ എന്നാൽ നമ്മൾ ആന്ധ്രക്ക് ചെന്നാല് ഇതിനും പറയും സിന്ദൂരമാങ്ങ. അങ്ങനെ പേരുണ്ടല്ലേ? സിന്ദൂരമാങ്ങന്നും പേരുണ്ട്. ഓക്കെ ഉണ്ടല്ലേ? ഇത്രയും വലിപ്പമുള്ള നല്ല ഹൈറ്റ് നല്ല ബുഷായിട്ടുള്ള ഒരു പ്ലാന്റ് അപ്പൊ നമ്മളീ കാണുന്നത്. 800 രൂപ കൊടുക്കാൻ പറ്റുന്ന അടിപൊളി പ്ലാന്റ് ആട്ടത്. കാലാപ്പാടിന്റെ നല്ലൊരു പ്ലാന്റ് അപ്പൊ നമ്മളീ കാണുന്നത്. ബുഷായിട്ടുള്ളൊരു പ്ലാന്റ് തന്നെയാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. ഇപ്പൊ എല്ലാവർക്കും അറിയാലോ ഇത്. ഫ്രൂട്ട്സ് പ്ലാന്റുകളെ കുറിച്ച് അറിയുന്ന ആൾക്കാർക്ക് പ്രത്യേകം ഇത് പറയേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ളൊരു മാങ്ങന്റെ പ്ലാന്റാണ് കാലാപ്പാടി എന്ന് പറയുന്ന മാങ്ങ. ഇതൊക്കെ 800 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. മരമുല്ല നല്ല പൂട്ടത് നല്ല പൂട്ടുള്ള മരമുല്ല 100 റുപ്യ ഉള്ളൂ. നല്ല വലുത് 100 രൂപയ്ക്കാണ് ഒരു തൈ കൊടുക്കുന്നത്. സ്മെല്ല് വരുന്നുണ്ട്. ഗംഗാബോണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇത് എങ്ങനെയാണ് നമ്മൾ അതിന് തേങ്ങന്റെ വലുപ്പം നമ്മൾ ശരിക്കും കാണിക്കാം. എന്താ അല്ലേ? ചിലവര് നമ്മൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ചിലവര് അറിയാം ഗംഗാബോണ്ട് അല്ല. ഗംഗാബോണ്ട് നമ്മൾ എന്താ ഒരു പന്ത്, ഇതിന് ഒരു പന്ത് ആ ടൈപ്പ് വരും. എന്തൊരു പന്ത് എന്ത് കളി പിഗ്മി എന്താ ഒരു ഉട്ടിന സൈസ് പന്തില്ലേ? ഒരു വെള്ള അടി മൂളൊരു കൂർപ്പ് ഉണ്ടായിക്കൊണ്ട് അങ്ങനത്തെ ശരിക്കും അതങ്ങനത്തെ കണ്ടില്ലേ? നമ്മൾ അന്നിങ്ങനെ ഇങ്ങനെ പിടിച്ചപ്പോ ചിലവര് പറഞ്ഞു ഗംഗാബോണ്ട് അല്ല. ഓർക്ക് അറിയിട്ട് പറയാൻ ഗംഗാബോണ്ട് പറഞ്ഞാൽ ഇങ്ങനെ അടി ഉണ്ടില്ലേ? ഈ ഷേപ്പ് വരുത്തിക്ക് വരും ഗംഗാബോണ്ടം. ഇതാണ് ഏതാണ് ഗംഗാബോണ്ട്? ഗംഗാബോണ്ടാണ്. മറ്റേ അടി പറ്റ പരന്നല്ല. ഈ ഒറിജിനൽ സാധനം അതാ വരും. ഈ ഒറിജിനൽ സാധനം 250 റുപ്യ ഉണ്ട്. മറ്റേ സാധാ ഗംഗാബോണ്ട് ബുക്കുണ്ട്, ഐറ്റംസ് ഉണ്ട്. അത് 180-190 ഉള്ളൂ. പിന്നെ നമ്മളെ മലേഷ്യൻ കൊള്ളുണ്ട് നമ്മൾ 280 ഉണ്ട് ഐറ്റംസ്. പിന്നെ പുതിയ വന്നത് നല്ല ഇഷ്ടം പോലെ പെട്ടെന്ന് തുടങ്ങാതാ. ഇനിയിപ്പോ ഇതിപ്പോ ചിലര് പറഞ്ഞപ്പോ നമ്മള് മറ്റേ എന്താ വെച്ചാല് കോടികൾ ലക്ഷങ്ങൾ എന്നൊക്കെ പറയണു. ഞാൻ കണ്ടപ്പോ അമ്പലത്തിന് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അടി കാണിക്കാം. അടിയുണ്ട് 5-8 വർഷമായ മരം ഉണ്ട്. എന്താ വെച്ചാൽ പുരോഗമനല്ലേ ഏറ്റാ. അല്ലാതെ ഇതിമൊന്നും ഇപ്പൊ നമ്മള് ഊത് മറ്റേ എടുത്തുകാണ്ട് ഇപ്പൊ നമുക്ക് വരുമാനത്തൊന്നും ആവൂല. 100 റുപ്യ ഉള്ളൂ നല്ല വലിയ ഊത്. 100 രൂപ പുരോഗമനിൽ ഇട്ടല്ല പുരോഗമനിൽ എത്താൻ കാട്ടും.